Day 1 of creating an own craft and gift shop. ഞങ്ങളുടെ ബിസിനസ് ജേണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡേ 1 ആയതുകൊണ്ട് തന്നെ കുറച്ച് കഥ പറഞ്ഞു തുടങ്ങാം. കോവിഡ് മഹാമാരി കാലത്ത് ഭൂരിഭാഗം ആളുകളെയും പോലെ എന്റെ ഉപ്പാന്റെ ജോലിയും നഷ്ടപ്പെടും. എങ്ങനെയെങ്കിലും ഒന്ന് കരകയറിക്കോട്ടെ എന്ന് വിചാരിച്ചു എന്റെ സ്വന്തം മൂത്താപ്പ ഉപ്പാനെ സഹായിച്ചു. മൂത്താപ്പാന്റെ കയ്യിൽ നിന്ന് കടം മേടിച്ച പൈസയുമായിട്ട് ഉപ്പ ഒരു കോഴിപ്പീടിയക്ക് വെറൈറ്റി ആയിട്ട് മൂത്താപ്പ തന്നെ ഒരു പേരും കോയി സോൺ. ആ കാലഘട്ടത്തില് എന്റെ നാട്ടില് അത്യാവശ്യം ഫേമസ് ആയിരുന്നു നമ്മളെ കോഴിപ്പീടി. എങ്ങനെയെന്ന് ചോദിച്ചാല് കടയിൽ നിന്ന് പോയി വാങ്ങുന്ന അതേ പൈസ നല്ല ഫ്രഷ് കോഴിയിറച്ചി ഓരോ വീടുകളിലേക്കും ഫ്രീ ആയിട്ട് ഡെലിവറി ചെയ്തു കൊടുത്തു തുടങ്ങി. പിന്നെ പതിയെ കോവിഡ് ഒക്കെ മാറുന്നു. പ്രവൃത്തി പരിചയമില്ലായ്മ കൊണ്ടാണോ എന്താണോന്നൊന്നും അറിയില്ല. ആ കോഴിപ്പീടിയ എന്നേക്കുമായി ഷട്ടർ ഇടും. അങ്ങനെ ആ ബിസിനസ് പൊട്ടിപ്പാളീസാവും. കടം മേടിച്ച പൈസ പോലും തിരിച്ചു കൊടുക്കാനാവാതെ ഈ ഒരു കടമുറി ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് 3 വർഷത്തോളം. സ്വന്തം വീടിന് മുന്നിൽ തന്നെ ആയതുകൊണ്ട് ഈ ഒരു കടമുറിയിൽ എന്തെങ്കിലൊക്കെ ചെയ്യണം എന്ന് എപ്പോഴും. ഞാനൊരു ഫുൾ ടൈം IT പ്രൊഫഷണൽ ആയതുകൊണ്ട് ബിസിനസ് എന്നുള്ളത് കൂടുതൽ ചിന്തിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇപ്പോഴും അതിന് വലിയ മാറ്റൊന്നും ഇല്ലെങ്കിൽ എന്റെ വൈഫ് നൂറ, അതായത് ലിറ്റിൽ മേക്കർ, ഓളെ ഒരുപാട് കാലത്തെ സ്വപ്നമാണ് സ്വന്തമായിട്ട് ഒരു ഗിഫ്റ്റ് ആൻഡ് ക്രാഫ്റ്റ് ഷോപ്പ് തുടങ്ങാൻ. ഞങ്ങളെ കൊണ്ട് പറ്റുന്നത് പോലെ ഈ കോഴിപ്പീടിയ ക്രാഫ്റ്റ് ഷോപ്പ് ആക്കി മേക്ക് ഓവർ ചെയ്യാൻ ഞങ്ങളൊന്ന് ശ്രമിച്ചു. പക്ഷെ അതും വേണ്ട പോലെ വിജയിച്ചു. അങ്ങനെ ആ പ്ലാൻ അവിടെ നിർത്തി. വീണ്ടും ഏകദേശം 1 വർഷത്തിന് ശേഷം കയ്യിൽ 5 പൈസ ഇല്ലാതെ ഞങ്ങൾ ആഗ്രഹങ്ങളൊന്ന് വീണ്ടും പൊടി തട്ടി. ഈ ആഗ്രഹം പറഞ്ഞ് ഒരുപാട് കൂട്ടുകാരെ ഞാൻ കോണ്ടാക്ട്. ഇന്ന് വരാം നാളെ വരാന്ന് പറയല്ലാതെ ഒരാളും വന്നു. എന്തായാലും ഒരാൾ വന്നു. ഇൻഷാ അല്ലാഹ് എന്താവുന്നൊന്നും. നെക്സ്റ്റ് പാർട്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോളി.